ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടുള്ള കാറ്റ് വീശുന്ന നട്ടുച്ച 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയാണ് മദീനയിൽ നിന്ന് തിരിച്ചെത്തിയത്. ചൂടിൻ്റെ ശക്തി കൊണ്ട് തന്നെ തണുത്ത വെള്ളം എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം തുടങ്ങാം. ഇവിടെ റൂമിൽ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ പുതിനയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഗ്രീന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇതുപോലെ പ്ലാന്റുകൾ അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നാട്ടിൽ ഒരുപാട് ചെടികളും പച്ചപ്പും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ട് ഇവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ്. ആദ്യം കുളി കഴിഞ്ഞ് ളുഹർ നിസ്കരിച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇപ്പോൾ പോവാറുള്ളത്. മദീനയുടെ കഥകളും കാഴ്ചകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. മദീന യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വല്ലാത്ത ഒരനുഭവമായിരുന്നു കേട്ടോ. യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ ഞാൻ ഭയങ്കര ക്ഷീണമാണ്. ഓറഞ്ചും അതുപോലെ ബട്ടർ, പിന്നെ കുറച്ച് ആപ്പിളും വാങ്ങിയിട്ടുണ്ട്. ജ്യൂസ് അടിക്കാനായിട്ട് പറ്റുന്ന ഫ്രൂട്ട്സാണ് ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കാറുള്ളത്. കട്ടി കുറഞ്ഞ ജ്യൂസ് കുടിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിക്കുകയാണ്. പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് തണുപ്പോടെ കുടിക്കാൻ വേണ്ടി. ഇനി നമ്മൾ തൂനയുടെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് തൂനയുടെ ഫില്ലിങ് ആദ്യം റെഡിയാക്കുകയാണ്. അങ്ങനെ തൂന ഫില്ലിങ് റെഡിയാക്കി നമ്മൾ സാമൂലിയുടെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ തൂന സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഉച്ചയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ഫിഷ് വെച്ചിട്ട് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അത് വലിയ ഒരു സംഭവ ബിരിയാണിയൊന്നുമല്ല, കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ, അത് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി. ആദ്യം ഞാൻ ഈ ഫിഷ് ഒന്ന് മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ്, അല്പം ചെറുനാരങ്ങ നീരൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുന്നതിനിടയിലും ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കും കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണിതൊക്കെ. നമ്മുടെ മത്സ്യം നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെമ്പിൽ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവോള അരിഞ്ഞത് ഓയിലൊഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മസാല ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇനി അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരല്പം വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പരുപരപ്പായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ചേർത്തതിന് ശേഷവും നന്നായി ഒന്ന് മിക്സ് ആക്കുക. ബിരിയാണി വെക്കാൻ അറിയാത്ത ഒരാളും ഇന്ന് കാണില്ല. എന്നാലും എനിക്ക് ഇവിടെ നിന്ന് ബിരിയാണി വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീയിൽ വേണം കേട്ടോ. കണ്ടില്ലേ, ഒരു കുറഞ്ഞ സമയം നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്തപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി ക്രീമി പരിവമായിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ രീതിയിൽ ഒരു 2 ടീസ്പൂണൊക്കെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞതൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി മിക്സ് ചെയ്യുക. നമ്മളെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനിയും ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം അതിൽ തക്കാളിയുടെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രീമി പരുവായിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇനി അത് ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുളിക്ക് വേണ്ടി ഞാനൊരു ലെമണിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ലെമൺ ആയതുകൊണ്ടാണ് പകുതി ചേർക്കുന്നത്. നല്ല വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി വെക്കാൻ പോവുകയാണ്. വളരെ കൂടുതൽ എമൗണ്ട് ഒന്നും ഇല്ല, ഞങ്ങൾ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ബിരിയാണി വെക്കുന്നത്. ഇനി അതിനെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി ഒന്ന് ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് വലിയൊരു സംഭവമായ ബിരിയാണിയല്ല, സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണി, നമ്മുടെ വീട്ടിലുള്ള ഏത് ഫിഷ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണി. എന്നാലും ഇത് ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയാണ് ബിരിയാണിയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടാനുള്ള ഒരു റെസിപ്പി ചേർക്കുന്നത് കേട്ടോ. 1/2 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതുപോലെ ദമ്മിടുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 6 kg നെയ്യാണ് ചേർക്കുന്നത്. അതും വലിയ എമൗണ്ട് അല്ലാതെ അങ്ങിങ്ങായി കുറച്ച് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മുകൾ ഭാഗം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് പരത്തി ഇതുപോലെ അമർത്തിയെടുക്കുക. ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊരിച്ച് വെച്ച ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉള്ളി മാത്രം പൊരിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നന്നായി എല്ലായിടത്തും പരത്തിയതിന് ശേഷം 2 ഇല്ലി മല്ലിച്ചപ്പ് വെച്ചിട്ട് നന്നായി ഇതുപോലെ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായി ആവി, ചെറിയ തീയിൽ വേണം ആവി കയറ്റി കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാക്കി എടുക്കാം. ഒന്നുമില്ലെങ്കിലും ഉള്ള സാധനം വെച്ച് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. കിച്ചണിലെ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സോഫയും ബെഡ്റൂമും ഒക്കെ സെറ്റാക്കി എടുത്തത്. ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലൊന്നും കൂടുതൽ സെറ്റപ്പുകളൊന്നും ഇല്ല കേട്ടോ. സമയമൊക്കെ ഏകദേശം കുറേ നീങ്ങി ശേഷം ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ബിരിയാണി ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കക്കരിയും തക്കാളിയൊക്കെ വെട്ടിയിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ബിരിയാണിയൊക്കെ തീറ്റ കഴിഞ്ഞു. സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കാണാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി, വീഡിയോക്ക് ലെങ്ത്ത് പോരാന്നുള്ള കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള വ്യൂസിലുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് അവരുടെ ഓരോ വാക്കുകളും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.